എക്സ്ക്യൂസ് മീ സർ. എന്താ എന്തുപറ്റി? ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാൾ ഒപ്പം ഉണ്ടാവണമെന്ന് എനിക്കൊരു ആഗ്രഹം. സോ ഞാൻ അയാളെ കൂടി ഇങ്ങോട്ടൊന്ന് വിളിച്ചോട്ടെ? അതാരാ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ വിളിക്കേ. വാ. വേണ്ട ഗൗതം, സാരല്ല, വേണ്ട. സാർ, എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആളെന്ന് ഞാൻ പറഞ്ഞത് ഈ നിധിയെക്കുറിച്ചാണ്. ഇനി നിധിക്ക് എന്റെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവളെന്റെ ഭാര്യയെ. ബിസിനസ്സിൽ ടോപ്പ് ലെവലിൽ നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. ചില ഫാമിലി ഇഷ്യൂസിന്റെ പേരിൽ മുഴുവൻ സ്വത്തുക്കളും വിട്ടുകൊടുത്ത് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. വട്ടപൂജ്യത്തിൽ നിന്നും സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് പഴയ നിലയിലേക്ക് വീണ്ടും ഉയർന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ബാങ്ക് ലോണും മറ്റ് ബിസിനസ് ബന്ധങ്ങളും ഉപയോഗിച്ച് ഞാൻ പടുത്തുയർത്തുന്ന 200 കോടിയുടെ ബിൽഡിംഗ് പ്രോജക്റ്റാണ് ഈ പാർവതി ബിൽഡേഴ്സിൻ്റെത്. ഞാനിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ നിധിയ. ഒരു ബിഗ് സീറോയിൽ നിന്നും ഒരു ബിസിനസ് പ്രോജക്റ്റിലേക്ക് എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ ശ്രദ്ധ മാറാതിരിക്കാൻ, വീട്ടുചെലവിനെ കുറിച്ച് ഞാൻ വേവലാതിപ്പെടാതിരിക്കാൻ ഈ ഹോട്ടലിലെ ബേറർ ജോലി ഏറ്റെടുത്ത എന്റെ ഭാര്യയാണ് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാനായിട്ട് സാറ് വരുമ്പോൾ എന്റെ ഭാര്യ ഹോട്ടലിലെ ഒരു ബെയറാണെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് നടക്കാതെ പോകുമെന്ന് ഇവൾക്കൊരു ഭയം. അതുകൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നതാ. എന്റെ ലൈഫ് എന്ന് പറയുന്നത് എന്റെ വൈഫാ. ഇവളെ അരികിലില്ലെങ്കിൽ ഈ ബിസിനസ് ഡീൽ നടത്താൻ